VFX വർക്കായാലും എല്ലാം കിടിലായിട്ടുണ്ട്. നമ്മളിങ്ങനെ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഡൗട്ട് ഉണ്ട്. ഗഗനചാരി എന്താ പറയുക, ഒരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എക്സ്പീരിയൻസ് ആണ് മലയാളത്തിൽ ഒരു മോക്യുമെന്ററി എന്നുള്ള രീതിയിൽ അപ്പോകാലിപ്സ് ഓഫ് കേരള കാണിച്ചിരിക്കുന്ന ഒരു മൂവി. ആൻഡ് ഡെഫിനറ്റ്ലി ആ ഒരു കൺസ്ട്രെയിൻ ഒന്നും ഇല്ലാതെ വളരെ എൻജോയബിൾ ആയിട്ട് നമുക്ക് അതിന്റെ ഗ്രാഫിക്സ് ആണെങ്കിലും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ രസമായിട്ടാണ്. സ്ക്രിപ്റ്റിംഗ് വളരെ രസമാണ്. ഡയലോഗ്സ്, ഒരുപാട് റെഫറൻസുകളുണ്ട് മൂവീസിന്റെ, പഴയ മലയാളം മൂവീസിന്റെ ഒക്കെ. ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ കാണണം. അടിപൊളി പടം, മസ്റ്റ് വാച്ച് ആണ്. 2 മണിക്കൂർ താഴെ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ പടമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ വരാതിരിക്കാതെ, ഭയങ്കര ഫണ്ണ് പടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടമാണ്. ഒരു 2030, 2050 കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. ആ സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ചില സംഭവവികാസങ്ങളായിരിക്കാം. ഈ ഏരിയൻ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് മലയാളികളെ സംബന്ധിച്ച് കുറച്ച് അന്യായ വിഷയമാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഡൗട്ട് ഉണ്ട്. പക്ഷെ ഈ സിനിമ കണ്ട അതിനുള്ള ഉത്തരവാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. ക്യാമറമാൻ ആണെങ്കിലും, ഡയറക്ടർ ആണെങ്കിലും, റൈറ്റർ ആണെങ്കിലും, അതിൽ അഭിനയിച്ചവരാണെങ്കിലും എല്ലാം അടിപൊളി വർക്ക് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് വന്ന് കാണണം. ഒരു നഷ്ടമുണ്ടല്ലോ, ഒരു രൂപ നഷ്ടം വരില്ല. സൂപ്പർ, നല്ല ഫാമിലി മൂവിയാണ്. ഫാമിലി ആയിട്ട് ഒന്ന് കാണണം. ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന കണ്ടയാണ്. കുഴപ്പമില്ല, കൊള്ളാം, നല്ല സിനിമയാണ്. എല്ലാവരും കാണാൻ മസ്റ്റ് വാച്ച്. പൊളി സിനിമ, ഒന്നും പറയില്ല. കണ്ടതിൽ വെച്ച് നല്ല സിനിമ ഇതാണ്. അനാർക്കലി വരിക്കാനൊക്കെ എങ്ങനെയുണ്ട്? പൊളി, വേറെ ലെവല്. ഒന്നും എന്താ വെച്ചാ കാണാൻ വരെ മനസ്സിലാവുള്ളൂ. അത് വേറെ എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ അതില് എല്ലാം സെറ്റ്, തടിയൊക്കെ സൂപ്പർ. മലയാളത്തില് ഈ ടൈപ്പ് പടങ്ങളൊക്കെ വരുന്നത് കുറവാണ്. VFX വർക്കായാലും എല്ലാം കിടിലായിട്ടുണ്ട്. അവരെ പക്ക എന്റർടൈനിങ് പടമാണ്. സയൻസ് ഫിക്ഷൻ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പടമാണ്. അടിപൊളി പടമായിരുന്നു ഗഗനചാരി. ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ളൊരു സയൻസ് ഫിക്ഷൻ. എനിക്ക് മലയാളത്തിൽ നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കാണുന്ന വൺ ഓഫ് ദ സയൻസ് ഫിക്ഷൻ ഇൻ മലയാളമാണ്. ഭയങ്കര റൂട്ടഡ് ആയിരുന്നു. ഒരു സെക്കൻഡ് പോലും ബോറടിക്കാത്ത രീതിയിലായിരുന്നു. ഭയങ്കര വിറ്റിയാണ്. ആൻഡ് കുറച്ച് ആക്ടേഴ്സ് ഉള്ളവരെല്ലാവരും ഭയങ്കര വിറ്റിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട കോമഡീസ് എല്ലാം വർക്ക്ഔട്ടായി. എനിക്ക് ഒക്കെ ഭയങ്കര ഒട്ടും ഫോഴ്സ്ഡ് അല്ലാത്ത തരത്തിലുള്ള കോമഡികളായിരുന്നു. ഭയങ്കര സിറ്റുവേഷണൽ ഹ്യൂമറാണ്. അപ്പം ഇത് ഒരു സൈഫൈ റൂട്ടഡ് ഇൻ കേരള, അതും ഭയങ്കരമായിട്ട് വിറ്റിയായിട്ട് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര കുറഞ്ഞ ബജറ്റിൽ എടുത്തപ്പോഴത്തേക്കും എക്സാക്ട്ലി, അത് കുറഞ്ഞ ബഡ്ജറ്റിൽ എടുത്തു എന്നത് അത് കൗണ്ട് ചെയ്യേണ്ട കാര്യം ഇല്ലെങ്കിൽ പോലും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ആക്ച്വലി. കാരണം അതാ സിനിമ കാണുമ്പോൾ അറിയാം അത് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിനകത്ത് നിന്ന് എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ആ പടം എടുത്തിരിക്കുന്നതെന്ന്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇതിന്റെ ആസ്പെക്ട് റേഷ്യോയുടെ ഷിഫ്റ്റ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അത് എനിക്കും 3:4 1:1 6:9 ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ഒരു ഷിഫ്റ്റ് വരുന്നത് പടത്തിന്റെ കഥയുടെ കൂടെ വരുന്ന ഷിഫ്റ്റാണ്. അത് ഭയങ്കര രസകരമായിട്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെന്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടും, കണക്ട് ആവും. എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഇനി അടുത്ത ഷോ ഒക്കെ കഴിഞ്ഞാലേ അറിയാൻ പറ്റും. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉള്ള മേക്കിംഗ് സ്റ്റൈലും എഫക്ട്സ് കാര്യങ്ങളെല്ലാം ഉള്ള കഥ പറഞ്ഞ രീതിയെല്ലാം ഉള്ള കണക്ട് ആവുന്നുണ്ട്.